പിന്നെ സ്പെഷ്യൽ പാക്കുകളായിട്ട് കറണ്ട് അഫയറിൻ്റെ സ്പെഷ്യൽ പാക്കുകളുണ്ട്. ദെൻ NCERT-യുടെ സ്പെഷ്യൽ പാക്ക് ഉണ്ട്. അതായത് NCERT ക്ലാസ്സുകളുടെ സ്പെഷ്യൽ പാക്കായിട്ട് തന്നെ പ്രത്യേകം വേറെയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ LPST അല്ലെങ്കിൽ UPST പരീക്ഷയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്ന വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോഴേ എൻട്രിയിൽ LP-UPക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ച്, ഗോൾഡ് ബാച്ച് ആരംഭിക്കുകയാണ്. എൻട്രിയുടെ സ്പെഷ്യൽ ഫൗണ്ടേഷൻ ബാച്ച് ഇപ്പോഴേ ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗാർത്ഥി, ഒരു സാധാ PSC ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അയാൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും? ഏത് പരീക്ഷയ്ക്ക് വരുന്നതിനൊക്കെ അപ്ലൈ ചെയ്യും, അതിനൊക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ LP-UPക്കാർ അല്ലെങ്കിൽ LPSTക്കാർ അല്ലെങ്കിൽ UPSTക്കാർ അല്ലെങ്കിൽ അധ്യാപക തസ്തിക, മറ്റ് അധ്യാപക തസ്തികൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ TTCയോ BEdോ അല്ലെ DEdോ ഇങ്ങനെയുള്ള ഏത് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഈ പരീക്ഷയ്ക്ക് ഇത് ഏത് കാലം നോട്ടിഫിക്കേഷൻ വരുന്നാലോ നമ്മളെ വയസ്സ് അല്ലെ അവർ പ്രായപരിധി കഴിയുന്നവരൊക്കെ നമ്മൾ നോക്കിയിരിക്കും. അത് ഉറപ്പാണ്, ഷുവറാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യും? കുറച്ച് കാലം ശ്രമിച്ച് ചിലപ്പോൾ കിട്ടാണ്ടാവുമ്പോൾ നിർത്തി പോയേക്കാം. പിന്നെ എന്താണ്, കിട്ടുന്നവരോടുള്ള അസൂയയും പിന്നെ അവിടെ ഇവിടെയൊക്കെ നെഗറ്റീവ് കമന്റുകളൊക്കെ ആയിട്ട് അങ്ങ് ഒഴിവാക്കി പോകും. പക്ഷെ നമ്മളതല്ല. നമ്മുടെ സ്ഥിതി എന്താണ്? ഒരു കൊല്ലം കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് വീണ്ടും എഴുതും, അടുത്ത സമയത്ത് എഴുതും. പക്ഷെ ഓരോ സമയത്ത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഘട്ടത്തിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പഠനം അങ്ങോട്ട് ഫുൾ നിർത്തുകയാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് പഠനം തുടങ്ങുന്നുണ്ടാവുക. എപ്പോൾ? അടുത്ത നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്ന സമയത്ത്. അന്നും സംഭവിക്കുക ഇത്തവണ സംഭവിച്ച പോലെ തന്നെ. ഇത് തിരിച്ചറിയാതെ വീണ്ടും ഇത് തന്നെ ചെയ്യുന്നു. അങ്ങനെ കാലങ്ങളോളം ചെയ്തിട്ട് അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ കിട്ടുന്നു, ചിലപ്പോൾ കിട്ടാതെ പോകുന്നു. ഈ ഒരു അവസ്ഥയാണ് പലർക്കും ഉണ്ടാവുന്നത്. അത് തടയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ ശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് കിട്ടും എന്നുള്ള കാര്യത്തിൽ, ഇത് നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകാൻ നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു LP-UP ഫൗണ്ടേഷൻ ബാച്ച് എൻട്രിയിൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ വരെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് അടുത്ത ഒരു LPSA UPSA പരീക്ഷ വരെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങളിത് എടുത്തു കഴിഞ്ഞ, ഈ ഒരു കോഴ്സ് എടുത്തു കഴിയുന്നതോടുകൂടി പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോവുക. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് പരീക്ഷ വരെയുള്ള മെൻറ്റർഷിപ്പ് ഉണ്ടാവും. സ്റ്റഡി പ്ലാൻ ബേസ്ഡ് വീഡിയോ ക്ലാസ്സുകളിലൂടെ, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ സിലബസ് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തീർത്തു തരും. എന്നിട്ട് അതിൻ്റെ റിവിഷൻ ഉണ്ടാവും. പലതവണ അങ്ങനെ റിവിഷനും കാര്യങ്ങളും മോഡൽ എക്സാമുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എക്സാം വരെ തുടർന്ന് പോകുന്ന, എക്സാം കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂവിനുള്ള പരിശീലനം, അതുവരെ തുടർന്ന് പോകുന്ന രീതിയിലുള്ള ബാച്ചാണ് എൻട്രിയിലുള്ളത്. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാവുക. വീക്ക്ലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ആഴ്ചകളിൽ ലൈവ് ക്ലാസ്സുകൾ, നമ്മുടെ സിലബസ് തീർക്കുക റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സിലൂടെയും ദെൻ ലൈവ് സെഷനുകളിലൂടെ, പ്രത്യേകം ലൈവ് സെഷനുകളിലൂടെ നിങ്ങൾക്ക് വളരെ ടഫായിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഏരിയകൾ മനസ്സിലാവാതിരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള വീക്ക്ലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ടാവും. പിന്നെ വീക്കെൻഡ് റിവ്യൂ മീറ്റിംഗ്സ്, ഓരോ ആഴ്ചകളിലും നിങ്ങൾ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം എത്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മെൻറ്റേഴ്സ്, നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന മെൻറ്റേഴ്സ് ആരൊക്കെയാണോ അവർ നിങ്ങളെ റിവ്യൂ ചെയ്യുന്ന രീതിയിലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാവും. പിന്നെ സ്റ്റഡി നോട്ട്സ്, നിങ്ങളുടെ ക്ലാസ്സുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ നോട്ട്സ്, അതല്ലാതെയുള്ള സെപ്പറേറ്റ് നോട്ട്സ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും. പിന്നെ ഓരോ ദിവസവും പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതാ ദിവസങ്ങളിൽ എക്സാം, അതാണ് ഡെയിലി എക്സാം. പിന്നെ വീക്കെൻഡ് റിവിഷൻ എക്സാമുകൾ ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് റിവിഷൻ ഡേ ആയിരിക്കും. ആ ഞായറാഴ്ച എന്ത് ചെയ്യും? അതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചുള്ള എക്സാമുകൾ ഉണ്ടാവും. അതാണ് വീക്കെൻഡ് റിവിഷൻ എക്സാമുകൾ. പിന്നെ സർപ്രൈസ് ടെസ്റ്റുകൾ, അതായത് നിങ്ങളോട് പ്രത്യേകം പറയാതെ, അതായത് മുൻകൂട്ടി കണക്കാക്കി നിങ്ങൾക്ക് അതിനുള്ള പഠിക്കാനൊക്കെ സമയം തന്ന് നടത്തുമ്പോൾ അവിടെ നിങ്ങളുടെ ആ ഒരു ടൈം ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം പഠിക്കാൻ എടുത്തു എന്നുള്ള ആ ഒരു ടൈമിൽ മാത്രം നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റി എന്നുള്ള ആ ഒരു കഴിവ് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പരിശോധിക്കപ്പെടുന്നത്. സർപ്രൈസ് എക്സാം ആകുമ്പോൾ, പെട്ടെന്ന് നടത്തുന്ന ഒരു എക്സാം ആകുമ്പോൾ നിങ്ങൾ ഇതുവരെ കാലങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ പരിശോധിക്കപ്പെടും. ആ രീതിയിലുള്ള സർപ്രൈസ് ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, നിങ്ങൾക്ക് അഡ്മിൻ ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സപ്പ് അഡ്മിൻ ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ വാട്സപ്പ് ചാറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ചോദിച്ചാൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് അവിടെ ക്ലിയർ ചെയ്ത് തരും. അതല്ലാതെ നിങ്ങൾക്ക് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ട് പ്രത്യേക ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുള്ള പഠന ഏരിയകൾ, ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട്, നമ്മുടെ
ഓരോ ദിവസവും ഉള്ള ഡെയിലി എക്സാമുകൾ, അതേപോലെ വീക്ക്ലി ഉള്ള എക്സാമുകൾ, ഇങ്ങനെയുള്ള പല എക്സാമുകളുണ്ട്. ഈ എക്സാമിൻ്റെ ഒക്കെ മാർക്കുകൾ അടങ്ങിയൊരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ വിലയിരുത്താൻ പറ്റും. അങ്ങനെയുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാവും. പിന്നെ മന്ത്ലി മോക്ക് എക്സാമുകൾ, നമ്മൾ ഈ പറഞ്ഞ ഡെയിലി എക്സാം, വീക്ക്ലി എക്സാം, സർപ്രൈസ് എക്സാമുകൾ കൂടാതെ ഓരോ മാസവും നിങ്ങൾ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ടുള്ള മോക്ക് എക്സാമുകൾ ഉണ്ടാവും. പിന്നെ ഇന്റർവ്യൂ ട്രെയിനിങ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട്, അതായത് ഈ എഴുത്തു പരീക്ഷ പാസ്സാകുന്ന ആളുകൾക്ക് ഇന്റർവ്യൂ പരിശീലനം വരെ നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് കൊടുക്കും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ തന്നെ നമ്മൾ ഇന്റർവ്യൂ ട്രെയിനിങ് എന്താണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എൻട്രി മാറി എന്നുള്ളതാണ്. ഈ LPSA UPSA നേടിയവർ, അത് നമ്മുടെ കൂടെ നേടിയവരായാലും പുറത്തുനിന്ന് നേടിയവരായാലും ഒക്കെ അവർക്കെല്ലാം നമ്മൾ ഇന്റർവ്യൂ ട്രെയിനിങ് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദെൻ നമുക്ക് മറ്റു ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? അപ് ടു എക്സാം കോഴ്സ് വാലിഡിറ്റി. നിങ്ങളുടെ കോഴ്സ്, നിങ്ങൾ എടുക്കുന്ന ഈ കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം വരെ വാലിഡ് ആയിരിക്കും. പിന്നെ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. ഈ പറയുന്ന സിലബസ് തീർക്കൽ മാത്രമല്ല, പിന്നീട് എന്തുണ്ടാവും? ഈ പഠിച്ച ഏരിയകളുടെ റിവിഷൻ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ് വേറെ വീണ്ടും കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് സപ്പോർട്ട്, വാട്സപ്പിലൂടെ വാട്സപ്പ് അഡ്മിൻ ഗ്രൂപ്പ് ഉണ്ടാവും, ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇതിൽ നിങ്ങളുടെ മെൻറ്റർ ആരാണോ ആ മെൻറ്റേഴ്സ് ഉണ്ടാവും, അവരെ കോമെൻറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇവർ നിങ്ങൾക്ക് ചോദിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. അവരാൽ ക്ലിയർ ചെയ്യപ്പെടാൻ പറ്റാത്ത ഡൗട്ട്സ് ആണെങ്കിൽ അത് ടീച്ചേഴ്സിന് കൈമാറിയിട്ട് ടീച്ചേഴ്സിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ആ രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകൾ, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ഒരു 3 ടോപ്പിക്കെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് സംശയങ്ങൾ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകൾ വെക്കാൻ പറഞ്ഞാൽ മെൻറ്ററോട് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ ക്ലാസ് വെച്ച് തരും. അതേപോലെ തന്നെ മാത്സ്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ഏരിയാസ്, ഇതിൻ്റെ ഒക്കെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകളും നിങ്ങൾക്ക് ലൈവ് സെഷനുകളായിട്ട് തരും. പിന്നെ 30-ൽ പരം മോക്ക് എക്സാമുകൾ നിലവിൽ ഇപ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? LP UP പരീക്ഷകളുടെ 30-ൽ പരം മോക്ക് എക്സാമുകൾ നിങ്ങൾക്കുണ്ട്. ആ മോക്ക് എക്സാമുകൾ നിങ്ങൾക്ക് പരിശീലിക്കാൻ പറ്റും. പിന്നെ ലൈവ് എക്സാമുകൾ, ഇടയ്ക്കിടെയായിട്ട് നമുക്ക് ലൈവ് എക്സാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ മാതൃകാ പരീക്ഷകളുടെ രൂപത്തിൽ തന്നെയുള്ള ലൈവ് എക്സാമുകൾ ഉണ്ടാവാറുണ്ട്, ടോപ്പിക് ലൈവ് എക്സാമുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലൈവ് എക്സാമുകൾ ഉണ്ടാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ LPSA UPSA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിലൂടെ നമ്മൾ എന്താണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് ലെവലിൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമ്മൾ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾക്ക് ഈ PYQ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ പാക്കുകളായിട്ട് കറണ്ട് അഫയറിൻ്റെ സ്പെഷ്യൽ പാക്കുകളുണ്ട്. ദെൻ NCERTയുടെ സ്പെഷ്യൽ പാക്ക് ഉണ്ട്. അതായത് NCERT ക്ലാസ്സുകളുടെ സ്പെഷ്യൽ പാക്കായിട്ട് തന്നെ പ്രത്യേകം വേറെ ഉണ്ട്. 201 മോഡൽ എക്സാം ഒളിമ്പിയാഡ്, അതായത് 200-ൽ പരം മോഡൽ എക്സാമുകൾ, LPSA UPSA മോഡൽ എക്സാമുകൾ, അങ്ങനെ ഒരു ഒളിമ്പിയാഡ് എന്നുള്ള രീതിയിൽ തന്നെ അത് പ്രത്യേകം ഫോൾഡർ ആയിട്ടുണ്ട്. ദെൻ രഞ്ജിത്ത് സാറിൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട് പാക്കേജ് ആയിട്ട്. അതേപോലെ നസീം സാറിൻ്റെ സൈക്കോളജി സ്പെഷ്യൽ പാക്കായിട്ട്, സൈക്കോളജി ഒക്കെ സെപ്പറേറ്റ് ഫോൾഡർ ആക്കി തന്നെ വേറെ ഉണ്ടാവും. നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗം അല്ലാതായിട്ട് സെപ്പറേറ്റ് പാക്കേജ് ആയിട്ടും നിങ്ങൾക്ക് അതും ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടും. പിന്നെ SCERT വൊക്കാബുലറി പാക്കേജ്, ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഒരു പരീക്ഷ നേടാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ ആ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ ജോലി നേടാൻ പറ്റും. ഇത്തവണ സംഭവിച്ച പോലെ സംഭവിക്കാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന നിങ്ങളിൽ തന്നെ ഉറപ്പായിട്ടും, എനിക്ക് 100% ഉറപ്പാണ്, നിങ്ങളിൽ തന്നെ കുറേ ആളുകളുണ്ട് കഴിഞ്ഞ തവണ ഇതേപോലെ ശ്രമിച്ച് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പെടാൻ പറ്റാതെ പോയ ആളുകൾ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പെട്ട് ജോലി കിട്ടുന്ന ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റാതെ പോയ ആളുകൾ, അല്ലെങ്കിൽ ഒരിടത്തും എത്താൻ പറ്റാതെ പോയ ആളുകൾ, എത്രയോ മുന്നേ യോഗ്യത നേടിയിട്ടും 2-3 തവണ LPSA UPSA എഴുതി പരാജയപ്പെട്ടവരുണ്ട്. പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇതാണ്, നമ്മളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം അപ്പോൾ കൊടുമ്പിരി കൊണ്ട പഠനം നടത്തിയാൽ അത് യഥാർത്ഥ പ്രിപ്പറേഷനായിട്ട് ഒരാളും സമ്മതിക്കില്ല. ഞാനും പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം, വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ മനസാക്ഷിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകളോട് നിങ്ങൾക്ക് പറയാം. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ഞാനും പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഏത് കാലം മുതൽ പഠിച്ചിട്ടുണ്ട്? അപ്പോൾ നിങ്ങൾ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് മുതൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് മുതൽ പഠിക്കുന്ന ഒരു 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഓരോ ജില്ലയിലും ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ 5000 ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്ന് കരുതുക നോട്ടിഫിക്കേഷൻ ഡേറ്റ് മുതൽ. അപ്പോൾ അവരിൽ നിന്ന് മികച്ച ആളായിട്ട് മാറി ഇവരെയും വെട്ടിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന് മുന്നോടിയായിട്ട് പഠിക്കേണ്ടി വരും. ഇങ്ങനെ പഠിക്കുന്ന മിടുക്കന്മാരാണോ കൂടുതലുള്ളത്, അവരാണ് കൂടുതലും റാങ്ക് ജേതാക്കളായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അസാമാന്യമായിട്ടുള്ള കഴിവുള്ള ആളുകളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്തവണ തന്നെ കയറി പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതില്ലാത്ത സ്ഥിതിക്ക് നമ്മളൊക്കെ കഠിന പ്രയത്നം ചെയ്യേണ്ട ആളുകളാണ്. ആ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോവുക. ഈ കഠിന പ്രയത്നത്തിന് തയ്യാറായി ഇറങ്ങിത്തിരിക്കുക. ഇറങ്ങിത്തിരിച്ചാൽ ഈ ദീർഘകാല
ദീർഘകാലം ഇവിടെ നിലനിൽക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് വേണ്ടത് ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത് അസാമാന്യ ബുദ്ധിശക്തിയോ അസാമാന്യ ഓർമ്മശക്തിയോ ഒന്നുമല്ല. നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ഇവിടെ ഈ ഒരേ അളവിൽ പഠിച്ച് നിലനിന്ന് പോകാനുള്ള ക്ഷമയാണ്, ഈ ദീർഘകാലം നിലനിന്ന് പോകാനുള്ള ക്ഷമ. ഇപ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ പലരും ചാടി കോഴ്സ് എടുക്കുമായിരിക്കും, എന്നിട്ടോ ഒരാഴ്ച പഠിക്കും, നിർത്തിപ്പോകും. അല്ലെങ്കിൽ അവിടെ ഉണ്ടല്ലോ സാധനം, ഇനി പിന്നെ എന്തെങ്കിലുമൊക്കെ വാർത്തകളൊക്കെ വരട്ടെ, നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ, എന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാൽ നടക്കില്ല. അതല്ല വേണ്ടത്. ക്ഷമയോടുകൂടി ഇവിടെ നിലനിന്ന് ഒരേ രീതിയിൽ പഠിച്ചു പോകാൻ പറ്റണം. ഒരേ അളവിൽ ഈ ഓരോ ദിവസമുള്ള സ്റ്റഡി പ്ലാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ സമയങ്ങളിലും പഠിച്ച് തീർത്തു പോകാൻ പറ്റണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ലക്ഷ്യം നേടുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷം നമുക്ക് ഈ മാർഗത്തിലും അനുഭവിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? നമ്മൾ ഈ മാർഗത്തിൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അതാ ദിവസങ്ങളിൽ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകുമെന്നും ഈ ലക്ഷ്യത്തിലേക്ക് വേറെ ആളുകൾ എത്തുമെന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്ത്? ഇത് ഞാൻ ഇന്ന് ഈ പഠിക്കാനുള്ളത് പഠിച്ചു തീർത്തില്ലെങ്കിൽ എനിക്കിത് കിട്ടില്ല, തീർന്ന് നിങ്ങൾക്കിത് ഈ ജോലി നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം അതെന്തായാലും പഠിച്ചു തീർക്കും. അങ്ങനെ പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് പറ്റുമ്പോൾ നിങ്ങൾക്ക് ഈ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ അത് പഠിച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയ അതേ ഫീലിംഗ് തന്നെയാണ് ഉണ്ടാവുക. ആ ഒരു ലെവലിലേക്ക് ഒരു PSC ആസ്പിരന്റ് മാറണം. അതാണ് യഥാർത്ഥത്തിൽ ട്രാക്കിൽ വീണ ഒരു PSC ആസ്പിരന്റ് എന്ന് പറയുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല മക്കളെ, ഒരാൾക്കും പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓൾ ദ ബെസ്റ്റ്.